ആരായിട്ട് നിന്റെ ഫ്രണ്ടാണോ അതോ വേറെ എന്തിനാണോ? അടിച്ചോ അടിച്ചോ. ചാങ്കോ തോക്കില്ലേ? ഹലോ അടിച്ചടാ കുണ്ണേ. അച്ഛനെ അടിച്ചിട്ട് എങ്ങനെ സേസോണിയറിൽ എവിടെ നില്ലേ? സേസോണിയർ നിന്നെ അടിച്ചിട്ട് പുറത്തിറങ്ങി സംസാരിക്കാം. വണ്ടി എടുത്തോണ്ട് പോയതിനെ അടിച്ച് പുറത്തോട്ടോ സേസോണിയറിൽ അടിച്ചിട്ട് ഇതിപ്പോ ദൈവം വരും സംസാരിക്കാം. ഹലോ പുറത്തോട്ടോ ചാങ്കോ തോക്കണ്ട. മച്ചു ഹലോ ഇങ്ങോട്ട് വാ, പുറത്തോട്ട് വാ. ഹലോ എന്തിനാ അവനെ കൊന്നെന്തിനാ? ഹലോ വണ്ടി എടുത്തോണ്ട് പോയത്. വണ്ടി എടുത്തോണ്ട് ഡയറക്റ്റ് അടിച്ചു കൊല്ലുവോ? ഇല്ല ഞാൻ ഒരു വട്ടം പറഞ്ഞായിരുന്നു ബ്രോ. വണ്ടി ഒരു വട്ടം ഇടിച്ചിട്ട് ബ്രോ ഇനി ഇടിക്കല്ലേ ബ്രോ. പിന്നെയും ബ്രോ ഇടിച്ചിട്ട് പിന്നെയാണോ വണ്ടി എടുത്തോണ്ട് പോയത്? അടിച്ചിട്ടാ പുറത്തിറങ്ങണ്ട. അടിച്ചിട്ട് നീ സേസോണ്ട് അത് ഇരിക്കുന്ന നീ പുറത്തിറങ്ങ്. പുള്ളി ഇടിച്ചിട്ടത് കൊണ്ടാണ് ബ്രോ അടിച്ചിട്ടാ പുറത്തിറങ്ങണ്ടേ? അടിച്ചാ പുറത്തിറക്ക. നീ അകത്തിരിക്കുന്നതിനാ? ഹലോ ബച്ചു പുറത്തിറങ്ങ്. എന്താ ബ്രോ? എന്റെ പേര് നീല്. നിന്റെ പേരെന്താ? എന്താ ഫാമിലിയാണോ? ഇവനും ഫാമിലിയാ? ഏതാ ഫാമിലി ഏതാ? അപ്പൊ പുറത്തിറങ്ങ്. പിന്നെ കൂടുതലുള്ള വന്നിട്ട് നീ കത്തിറിയിക്കുന്ന പുറത്തിറങ്ങ്. നീ പുറത്തിറങ്ങി. എടാ മറ്റേ ചീജിയില വാണങ്ങള് പുറത്തിറങ്ങുന്ന അടിച്ചൊന്നിട്ട് ഇന്ത്യ കത്തിറിയിരിക്കുന്ന നീ പുറത്തിറങ്ങടാ. നീ പുറത്തിറങ്ങ്. എന്താന്ന് ബ്രോന്നോ? നീ കൊമ്പന്റെ അടുത്ത് പോയി പറഞ്ഞാൽ എന്താ? നീ പുറത്തിറങ്ങ്. നീ അടിച്ചൊന്നിട്ട് ഇന്ത്യ കത്തിറിയിരിക്കണ്ടായിരുന്നു. നീ പുറത്തിറങ്ങ്. പിന്നെ എന്ത് കൊമ്പൻ നിന്റെ ലീഡർ അല്ലേ എന്ന് പറഞ്ഞൂടെ? നിനക്ക് വിഷമോ അവനെ പറഞ്ഞപ്പോ? നീ പുറത്തിറങ്ങ്. വിഷമമെങ്കിൽ മാറിയിരുന്ന് കരഞ്ഞു അങ്ങോട്ട് മാറി. എന്റെ മാറിയിരുന്ന് കര അങ്ങോട്ട് പോയിട്ട് ഞാൻ അടിച്ചിട്ട് കത്തിറിയുന്ന കണ്ടിയെ. അടിച്ചിട്ട് കത്തിറിയ നീ എന്ത് കണ്ടിയടാ? നീ ഏതാ കണ്ടി? നീ പുറത്തിറങ്ങ്. നീ ഏതാ കണ്ടിയെ? ഇന്നാൽക്കലിയിൽ കണ്ടി പുറത്തിറങ്ങടാ. നീ പുറത്തിറങ്ങ്. നീ ഇറങ്ങടാ കണ്ടി. നീ പുറത്തിറങ്ങടാ കണ്ടി. അടിച്ചിട്ട് ഇപ്പൊ എനിക്ക് എന്ത് പുറത്തിറങ്ങാൻ വീടാ കണ്ടിയെ? നിനക്ക് ഇപ്പൊ പുറത്തിറങ്ങാൻ നീ പുറത്തിറങ്ങാതെയോ? പുറത്തിറങ്ങ്. എന്താ കണ്ടി? നീ അടിച്ചു വന്നേ. നീ പുറത്തിറങ്ങ്. പിന്നെ നിന്നെ കണ്ടില്ല. എന്നാ നീ പുറത്തിറങ്ങാൻ നിന്നെ അടിച്ചോളൂ. നീ പുറത്തിറങ്ങ്. പുറത്തിറങ്ങടാ. നീ പുറത്തിറങ്ങ്. നീ ഇതിന്റെ അകത്ത് കയറിയിരിക്കുന്നത്. നീ പുറത്തിറങ്ങ്. പുറത്തിറങ്ങടാ. കേടാ നീ ഒരുത്തം മെഴുകിയേ. കേടാ നീ കേടാ. നീ എവിടെ കേടാ? നീ തൂറും നീ അടിക്കാൻ കേട്ടാ കണ്ടി. നീ കേടാ. നീ എവിടെ? നീ കേടാ. നീ ഈ മാസം അതിന്റെ ഇടയിലാ ജയനെങ്ങിപ്പോയി. നീയെ മറ്റേ കൊമ്പന്റെ ഇതും പിടിച്ച് നടക്കുന്നെങ്കിൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടാ. നീ കൊമ്പന്റെ ഇവിടെ കയറി ഇരുന്നാ മതി. നീ കൂടുതൽ ഉണ്ടാക്കണ്ട കേട്ടാ. തൊലിക്കാൻ പറ്റുന്നവൻ ജയ അടിച്ചറാ. അങ്ങോട്ട് സീനില്ല. അതിലേക്ക് തൂറി കിടക്കുന്ന നീ കേട്ടാ. എടാടാ ടെറ്റ് അവിടെ ഇട്ട് എടാ ജിഗ്രൂ ഇങ്ങ് വന്നടാ. ഹലോ ജിഗ്രൂ ഇല്ലടാ. ഇല്ലെങ്കിൽ ഓസ്റ്റ് എടുക്കായിരുന്നു മാര്. പൊങ്ങമ്പോ എടുക്കാലോ ഓസ്റ്റ്. റബാഡ മാക്സിന് എടുക്കാം. അവനാന്ന് അടിച്ചു വന്നത്. അവന് കഴപ്പാണ്ട് അടിച്ചു വന്നു ടെസ്റ്റ് നോക്കി. നീ ഇങ്ങ് വാ. ഇനായത് ഖലീൽ ഖലീൽ ഇവനെ കത്തിക്കണം. മറ്റവനാ റെസ്റ്റോറന്റ് കൊന്നേ. അവൻ ചോദിച്ചപ്പോഴാണ് കഴപ്പുള്ളതുകൊണ്ടാ കത്തിക്കട്ടെ. അസ്സലാമലൈക്കും. നീലി ഒരേ മാസല്ലേ? നീലി കൊള്ളാം. ഇങ്ങനെ എല്ലാരും അലിതേ പോയി 2 വളി വിടറാ. എന്റെ നീലി ഇങ്ങനെ എല്ലാരും
സംഭവം എന്തായിരുന്നു? ഞാൻ വണ്ടി എടുത്തടാ, വണ്ടി എടുത്ത പിന്നെ എന്നെ അടിക്ക് തുടങ്ങി. വണ്ടി എടുത്തോടെ അടിച്ചാ? വാണിംഗ് ഫെയർ ഒന്നുമില്ല, ഡയറക്റ്റ് വണ്ടിയിലെ കിട്ടി ബുള്ളറ്റ്. അത് ഉന്നയില്ലാത്തോണ്ട് സംഭവം. നിന്നെ അടിക്കാൻ നോക്കിയത് ഉന്നയില്ലാത്തോണ്ട് നിനക്ക് ഉണ്ടായിരുന്നു. മുതുക്ക് ബീച്ചാ കോച്ച്. ആ ടൈമില് മച്ചു കഴിവില്ലല്ലോ മച്ചു. ഇവനാ നിന്നെ കൊന്ന റബാഡ മാക്സ് വാണം. റബ്ബഡാ മാക്സ് വണ്ടി എടുത്താ നീ അടിക്കടാ. വണ്ടി എടുത്ത് അടിച്ച നീ നിനക്ക് കിടക്കും മണ്ണ് നിന്നെ, മനസ്സിലായ? മണ്ണ് തിന്നു. ഈ മറ്റേ കണ്ടി എന്ത് പോവാത്ത? ഇവനെ കത്തിച്ചേ മറ്റവനാണ് കോണ. റബാഡ മാക്സ് ഇവിടെ ഇവനാണ് കൊണ. പിണ്ടന്മാര് ജീവിച്ചാ പോരാടാ. എന്താടാ നിങ്ങളെല്ലാം മറന്നോ? പഴയതെല്ലാം മറന്നോടാ. എടാ ഒരു വാറ് ജയിച്ചിട്ടുണ്ടാ നീയൊക്കെ കണ്ടികളെ? ഒരു വാറ് ജയിച്ചിട്ടുണ്ടോ നീയൊക്കെ? വരുവാണോ? കൊമ്പാച്ചൻ തന്ന കോൺഫിഡൻസ് ആണോടാ കിട്ടിച്ചക്കരാ? ഒരു നാൾ അവര് തിരിച്ചു തല്ലി കത്തിക്കൊന്നല്ലടാ അറിയത്തില്ല. ഇവർക്ക് തിരിച്ച് നെറ്റ് തൂട്ടിച്ചാവുക. അത് തന്നെ, വേറെ വഴിയില്ല. ഇവ പൊങ്ങോ? പൊങ്ങും. എന്താ ഇപ്പൊ ചെയ്യാ? വീണ്ടും പൂരം കാണാം. കിട്ടിച്ചക്കര എന്തിയേ? എവിടെ വല്യവന്മാരൊക്കെ എവിടെ? കോമഡി ആണെട്ടാടാ. മറ്റേ ഹെൽമെറ്റ് ഇല്ലാത്ത ടെസ്റ്റിന് അടിച്ചിട്ട് ഓടി സേഫ് സോണി കയറുന്നു ഞാൻ നോക്കുമ്പോ. എന്നിട്ട് എന്റെ അതിന്ന് കുണയ്ക്കുന്നു. അപ്പൊ മാറ്റങ്ങളില്ല. എടാ ഞാൻ പോയി ചോദിച്ചാ നിന്നെ അടിച്ചെന്ന്. അപ്പൊ പറയണേ അവന്റെ കഴപ്പിന് അവൻ അടിച്ചു. കഴപ്പാടാ. അതും കാണിച്ചിട്ടുള്ള മച്ചു. കഴപ്പിനടിച്ച നീ നിനക്ക് മണ്ണ് ഇല്ല, മനസ്സിലാടാ? കണ്ടി ഒന്നും കാണിക്കാത്ത ടെസ്റ്റ് നീ കൊന്നില്ലടാ. സത്യം. നീ അവിടെ നില്ലേ. അത് വേണേ നിക്കേ നമുക്ക് തോന്നില്ലടാ. എടുക്കണം, അടിക്കണം. വെറുതെ എന്തിനാ? മച്ചു പെട്ടെന്ന് എണീക്ക് മച്ചു. മണല് തിന്നത് മതി, പെട്ടെന്ന് എണീര്. ഉറങ്ങുവാണ്. നമ്മളെ ശല്യപ്പെടുത്തല്ലേ സ്റ്റീവ്? എന്താണ് സ്റ്റീവ് ഇത്? സ്വപ്നത്തിൽ കൊമ്പാച്ചാന്ന് വിളിച്ചിട്ട് ഉറങ്ങുക. വേടാ കുണ്ണ, എന്റെ ആദ്യത്തെ കില്ലി നീ നക്കിക്കൊണ്ടുപോയി കുണ്ണെ ആട്ടി. ഇത് പൊങ്ങൂലേ ശവം? സംസാരടാ. ആരേലും സംസാരിക്കണോ? ഇവിടെ ടി ജി മാലിക്കണ്ടേ? ഞാൻ ഇവിടെ ഉണ്ടായത്. ഞാൻ റേഡിയോ എടുത്തപ്പോടാ എന്റെ ഫ്രണ്ടിന് എഫ്ഐആർ അടിച്ചു പോടാ. മന്ദാരത്തിന്റെ മുഖം കണ്ടപ്പോഴേ അവൻ പേടിച്ചടാ. നിന്റെ മുഖം കണ്ടപ്പോഴാ പേടിച്ചടാ മന്ദാരം. അല്ലല്ലോ, ഒരുത്ത പൊങ്ങുമ്പോ പോസ്റ്റ് എടുക്കാൻ പറ്റും. മന്ദാരം ചുമ്മാവാ. പൊങ്ങി അവിടെ നില്ല. മറ്റവനും പൊങ്ങി. മറ്റേനെ കത്തിച്ചുട്ടിയാ എന്നെ എന്തെങ്കിലും കയ്യങ്ങ് പൊക്ക്. എടാ ഇതിന് എന്താ ചെയ്യേണ്ട? ഇവന് എന്താ ഓസി എടുക്കുന്നുണ്ടല്ലോ? അല്ല, ഓട്ടോ രൂപ എടുക്കാൻ പറ്റും. അത് ചോദിക്കേണ്ടി വരും. ഓട്ടോ രൂപ പണ്ടെടുക്കാൻ പറ്റുമായിരുന്നു EMS ഇല്ലാത്തപ്പോ. ഇപ്പൊ എന്തായാലും ഇവിടെ നില്ലേ. നിങ്ങൾക്ക് എടുക്കണ എടുത്തോടാ. ഹലോ മച്ചു. ബ്രോനെ ദിവൻ തല്ലി. ഡിസംബറൊക്കെ അല്ലേ, ക്രിസ്മസിന് പോണ്ടേ? എന്തിനു തല്ലി എന്നെ? ബോധം പോയോ? അപ്പൊ അടിക്കുന്ന ഇങ്ങനെ എന്തിനാ വെറുതെ തല്ലി ബ്രോ? ഞാൻ പോകുന്ന ഇവനെ കത്തിച്ചാ മറ്റവനെ എടുത്തോ. ബ്രോനെ കത്തിച്ചു. ബ്രോനെ ഒന്നുകൂടെ കത്തിക്കേണ്ടി വരുമോ നിന്നെ? കത്തിക്കേണ്ടി വരുമോ?
ഓക്കെ ബിസ്ക്കറ്റ് വരുമല്ലോ ഇവന്. കൂട്ടിശങ്കരനാടാ ഇത് സംസാരിക്കുന്നേ തരിപ്പ് തങ്കരം കേട്ടാ എന്താടാ ഓ, കൊണയാണല്ലോ തൂറിയിട്ടും. സാവേ ഇങ്ങോട്ട് പറടാ ഞാനും ഉണ്ട്. നോക്കിക്കോ എന്തിന് തീട്ടത്തിന്റെ കാര്യം വേണം അതില് പോട്ടെ. പിറകെ തൂർ തരുവേ ഡസ്ട്രോനെ കൊന്ന പയ്യൻ. പട്ടി കൊണയും അല്ല പട്ടി കൊണയും കണ്ടി കളിയും കളിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ കൊണ്ടുപോണോ? കൊണ്ടുപോണോ? അവന് ഓർമ്മയില്ല എന്ന് തോന്നുന്നു. ഓർമ്മ കാണത്തില്ല. ഞാൻ സംസാരിക്കട്ടെ ബ്രോ. ഹലോ കേക്കാവോ? ഹലോ ബ്രോ കേക്കാം ബ്രോ. എന്താ ബ്രോ സിറ്റുവേഷൻ ഒന്ന് പറയാം ബ്രോ. ഞാനും ഈ എന്റെ കൂടെ ഈ പുള്ളി ഉണ്ടായിരുന്നു കേട്ടാ. നമ്മള് ആ മുതുക്കിന്റെ റിപ്പയറിന്റെ അവിടെ വണ്ടി നിക്കണ്ടേ, അവിടെ എന്തോ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ വെറുതെ നിക്കായിരുന്നു. ഒരു തലയില് കൊറേ മുടിയുള്ള പുള്ളി. ആ പുള്ളി വന്ന് ഫസ്റ്റ് ഇടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ബ്രോ ഇടിക്കല ബ്രോ, നമ്മള് ഇരിക്കാണ് ബ്രോ എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഇടിക്കല ബ്രോ, നമ്മള് പോവാണെന്ന് പറഞ്ഞിട്ട് ഇനി ഇടിച്ചാൽ അടിക്കുന്ന പറഞ്ഞു മനസ്സിലാ ബ്രോ. അപ്പൊ പുള്ളി വീണ്ടും ഇടിച്ചിട്ടിട്ട് വണ്ടി എടുത്തിട്ട് പോയി. അപ്പൊ ഞാൻ വാണിംഗ് ഫയർ കൊടുത്തു അവിടെ. അപ്പൊ പുള്ളി ഡയറക്റ്റ് ഈ റിഡ്ജ് കൊണ്ടേ കുത്തിയപ്പോ അപ്പൊ എനിക്ക് എന്തെങ്കിലും ആക്കി കിട്ടുന്ന ഞാൻ അടിച്ചതാണ്. വണ്ടി എടുത്ത് നമ്മളെ അതാണ് ഇവിടെ പുള്ളി നല്ല മുടി നല്ല വളർത്തിയ മുടി. അമ്പി കളിക്കില്ല കുണ്ണെ. ആയിരുന്നില്ല ആ സമയത്ത് ഈ മുടി അല്ലായിരുന്നു. നമ്മള് അറിയാണ്ട് അടിച്ചാണോ? അറിഞ്ഞൂടാ, ഒട്ടും അറിഞ്ഞൂടാ. നമ്മള് ഈ പുള്ളിന്റെ അടുത്ത് മുന്നേ സംസാരിച്ചായിരുന്നു നമ്മൾ ഇവിടെ വെച്ചിട്ട്. ആ പുള്ളി മറ്റേ ലൈക്ക് വെൽ ഡ്രിങ്കർ പോലെ നടക്കണ്ടായിരുന്നു. അപ്പൊ പുള്ളിന്റെ അടുത്ത് നമ്മൾ സംസാരിച്ച് നല്ല രീതിക്ക് സംസാരിച്ചതാണ്. പുള്ളി വീണ്ടും വന്ന് ഇതാക്കിയപ്പോഴാണ് ഞാൻ വാണിംഗ് ഫയറാ കൊടുത്തത്. അതിനുള്ളിൽ പുള്ളി ഹെൽമെറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് എന്നെ അടിതോടെ. പിന്നെ നീ അടിക്കോ അവിടെ നീ സംസാരിക്കട്ടാ ബ്രോ ബ്രോ. പറ ബ്രോ. വിട്ടോ സീനില്ല വിട്ടോ. ഇതൊക്കെ എടുക്കല്ലടാ, ഇത് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എടുക്കല്ലേ. ഞാനൊരു കാര്യം പറയാം. ഈ പാവം ഇതുവരെ പൊങ്ങിയില്ല. മാത്രം ഒന്നാണ് ഇത് റെഡ് കാറാണത്. ഒരാള് മാറിപ്പോ എന്റെ പുറത്തേറിയിരിക്കുന്നത്. നടക്കാൻ വയ്യ. ഹലോ നീ എന്താ തളർന്നോടാൻ പിടിച്ചാടാളിയാ? ഞാൻ നോക്കിപ്പോണ്ടല്ലോ ഡെസ്ട്രോ എടാ ടി ജി അടിക്ക് തുറന്ന് നോക്കിയപ്പോ ടി ജി മറ്റേ ഡെസ്ട്രോനെ പ്ലക്കിയും കിട്ടും അവിടെ. വന്നിട്ട് നേരെ വന്നിട്ട് ആ ചീച്ച കൊമ്പന്റെ അഞ്ചാം കാലം പറഞ്ഞിട്ട് ഇല്ല അഞ്ചാം കാലം പറഞ്ഞില്ല. പറഞ്ഞു. നീ എന്ത് പറഞ്ഞു? ഞാനൊരു കാര്യം പറയാം. നീല എന്തിനാണ് ഇതൊക്കെ? എനിക്കറിയത്തില്ല. ഡെസ്ട്രോ ആണ്. നമ്മളിതിലൊന്നുമില്ല. നമ്മൾ അവനെ കൊന്നു നമ്മൾ തിരിച്ചടിച്ചു വന്നു. നമ്മളെ കൂട്ടുകാരെ അങ്ങനെ ഇപ്പൊ അടിച്ചു വന്നാലും നമ്മള് തിരിച്ചടിക്കൂല. ഡെസ്ട്രോ എന്താ മാമനായില്ലേ? ചീത്തവള്ളി എന്താണ് അതാരാണ് പറഞ്ഞത്? ഹലോ മാമൻ മന്ദാരം. അളിയാ ടീഷർട്ട് എന്താടാ 19 വയസ്സെന്നാണോ എഴുതി വെച്ചിരിക്കുന്ന അടിച്ച്? ഞാൻ കാര്യം ചോദിച്ചിട്ട് ഇവന്മാരെന്തായാലും അടിക്കാൻ വരുമെന്നാ തോന്നുന്നേ കേട്ടാ. വരുമ്പോ നോക്കാം. അവരിപ്പോ മാനിയായിട്ടല്ലേ സംസാരിച്ചു. അവർക്ക് എന്തായാലും ചുമ്മാ അടിക്കാൻ അവന്മാരെ സാവേജിന് എന്തായാലും നോക്കി വരും. ഇപ്പൊ സംഭവം ഉണ്ട്. അവർക്ക് ചുമ്മാ എന്തായാലും വന്ന് എന്തായാലും വെരി ബാഡ്. എന്നെ നീ കുഴിയിലോട്ട് നീനെ ചാടിക്കാൻ നോക്കി. ഫ്രീവാർ എടുക്കണമെങ്കിൽ എത്ര 4 മണിക്കൂർ 5 മണിക്കൂറിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? ഫ്രീവാർ അങ്ങനെയല്ല. അത്ര 20 മിനിറ്റോ 25 മിനിറ്റ് ഇൻഷ്യലായി എനിക്ക് എന്തോ റേഡിയോ കണക്ട് ചെയ്തോ അങ്ങനെ എന്തോ ഉണ്ട്.